നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ പഠിച്ചത് sin x plus y, sin x minus y തുടങ്ങിയ സം ഓഫ് ദ ആംഗിൾസിന്റെ റിലേഷനും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടാവും അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷനെ സംബന്ധിച്ചും അല്ലെങ്കിൽ അടുത്ത നിങ്ങൾ ഇനി പഠിക്കുന്ന പാഠങ്ങളെ ആയാലും അടുത്ത +2 സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴും ഒക്കെ വേണ്ടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ കുറേ ഫോർമുലാസ് ആണ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് sin 2x ആണ്. അതായത് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഡബിൾ ആംഗിളുകളുടെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റികളെ കുറിച്ചാണ്. ഡബിൾ ആംഗിൾ മീൻസ് sin 2x, cos 2x, tan 2x 2 വരുന്നത്. പിന്നീട് ട്രിപ്പിൾ ആംഗിൾ cos 3x, sin 3x, tan 3x. ഈ ഡബിൾ ആംഗിൾ ട്രിപ്പിൾ ആംഗിൾ ഫോർമുലകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അതിൽ ആദ്യത്തേതാണ് sin 2x. sin 2x എന്ന് പറയുന്ന ഡബിൾ ആംഗിൾ. sin 2x ന് രണ്ട് റിലേഷൻസ് ആണ് ഡബിൾ ആംഗിൾ ഉള്ളത്. ആദ്യത്തേത് എന്ന് പറയുന്നത് 2 sin x cos x. 2 sin x cos x. sin 2x ന്റെ ഒരു റിലേഷൻ ആണ് 2 sin x cos x. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. അടുത്തത് sin 2x ന് tan ഉള്ള റിലേഷൻ ആണ് 2 tan x by 1 plus tan square x. 2 tan x by 1 plus tan square x. 2 tan x by 1 plus tan square x. sin 2x ന്റെ രണ്ട് റിലേഷൻസ് ആണ് ഉള്ളത്. 2 sin x cos x and sin 2x equal to 2 tan x by 1 by heart ചെയ്യേണ്ടതാണ്. ഈ എങ്ങനെയാണ് sin 2x 2 sin x cos x വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം sin x plus y എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, sin ന്റെ റിലേഷൻ അല്ലേ, sin ഇടകലം തന്നെ വരിക. അപ്പോൾ എന്താ വരിക, sin x cos y plus cos x sin y. കാരണം നമുക്കറിയാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, sin പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ വരും. ഈക്വൽ ടു നിങ്ങൾ y ക്ക് പകരം x കൊടുത്തു നോക്കൂ, അപ്പോൾ എന്ത് സംഭവിക്കും, sin x plus x equal to 2x. ശരിയല്ലേ? y ക്ക് പകരം x കൊടുക്കുമ്പോൾ x plus x 2x. ഇവിടെ നോക്കൂ, sin x cos x plus cos x sin x. ശരിയാണല്ലോ? sin x cos x plus cos. നോക്കൂ, sin x cos x plus cos x sin x രണ്ടും സെയിം തന്നെയല്ലേ? sin x cos x അല്ലേ രണ്ടും? ഇത് രണ്ടും കൂടെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 sin x cos x എന്ന് കിട്ടും. കണ്ടില്ലേ? 2 sin x cos x എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ റിലേഷനായ 2 sin x cos x ലേക്ക് വളരെ എളുപ്പമാണ്. സമ്മിൽ അടുത്ത വൈക്ക് പകരം x കൊടുക്കുന്നതാണ്. ഇനി ടാനിലേക്ക് പോകാനാണെങ്കിൽ അത് കുറച്ചുകൂടി അറേഞ്ച്മെന്റ് ചെയ്താൽ മതിയാകും. അതായത് നമുക്കറിയാം 2 sin x by cos x എന്നല്ലേ sin 2x. അപ്പോൾ ഞാൻ ഇതിനെ ഒരു cos കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ഒരു cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. ഒരു cos x കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ, കാരണം വിലക്ക് വ്യത്യാസമില്ല. ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യാതൊരു വ്യത്യാസവും വരില്ലല്ലോ. അപ്പോൾ ഒരു cos x കൊണ്ട് ഡിവൈഡ് ചെയ്ത് cos x കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ സംഭവിക്കുക, 2 sin y cos എന്താകും, 2 tan x എന്നാകും അല്ലേ. cos into cos എന്താകും, cos square x എന്നാകും. ശരിയാണല്ലോ? cos into cos, cos square x. cos square x എന്ന് പറഞ്ഞാൽ എനിക്ക് 2 tan x by sec square x എന്ന് എഴുതിക്കൂടെ? കാരണം cos x ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ 1 by sec square ആവില്ലേ, cos ഉം sec ഉം റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ എന്ത് വന്നു, 2 tan x by sec square x. ഈ sec square നെ എങ്ങനെ നമ്മൾ ടാനിലേക്ക് എഴുതുക, 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് ആ സ്ക്വയർഡ് റിലേഷൻ sec square x minus tan square x equal to 1 എന്നല്ലേ. അപ്പോൾ sec square x എന്ത് വരും, 1 plus tan square x. അപ്പോൾ ഇവിടെ എന്തായി മാറും, 2 tan x by 1 plus tan square x എന്നായി മാറും. മനസ്സിലാവുന്നു? ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടി എന്നുള്ള ഡെറിവേഷൻ നമുക്ക് വേണ്ട, ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് വരുന്നത്. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ബട്ട് ഈ ഐഡന്റിറ്റികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മറ്റു പല കണക്കുകൾ ചെയ്യുന്നതിന് നമ്മൾ ഈ ഐഡന്റിറ്റികൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം sin 2x ന് രണ്ട് ഐഡന്റിറ്റികളാണുള്ളത്. ഏതൊക്കെ, 2 sin x cos x ഉം 2 tan x by 1 plus tan square x. ഇനി നമ്മൾ cos 2x tan 2x എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള ഐഡന്റിറ്റി ഏകദേശം സെയിം ആയി വരും. ഒരു പ്ലസും മൈനസും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവ തമ്മിൽ തരംതിരിച്ച് പഠിക്കാൻ അറിയണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. sin 2x ഏതൊക്കെയാണ്, 2 sin x cos x and 2 tan x by 1 plus tan square x. ഇത് രണ്ടുമാണ് sin. അടുത്ത നമുക്ക് ഏതാണ് നോക്കേണ്ടത്, cos 2x. അതെങ്ങനെയാണെന്ന് നോക്കാം, ശ്രദ്ധിക്കുക. അടുത്തത് നോക്കാം, cos 2x. cos 2x cos 2x ന് 4 റിലേഷൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം, cos 2x ന് 4 റിലേഷൻസ് ആണ് ഉള്ളത്. cos 2x ന്റെ ആദ്യത്തെ റിലേഷൻ കോസിനും സൈനിലും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് cos square x minus sin square x. അപ്പോൾ cos 2x നെ കോസിനും സൈനിലും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ cos square x minus
sin square x. Okay. ഇനി cos 2x നെ cosൽ മാത്രം കണക്ട് ചെയ്യുന്ന റിലേഷൻ 2 cos square x minus 1. അതായത് ഇതിന് പകരം നമ്മൾ ഒരു 1 minus cos square എന്ന് കൊടുക്കാം. sin square x ന് പകരം നമുക്ക് 1 minus cos square x എന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ cos 2x നെ cosൽ മാത്രമുള്ള റിലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 2 cos square x minus 1. ഇനി cos 2x നെ sin മാത്രമുള്ള റിലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 1 minus 2 sin square x. 1 minus 2 sin square. അപ്പോൾ cos 2x ന്റെ sin മാത്രമുള്ള റിലേഷൻ 1 minus 2 sin square x. ഇനി cos 2x ന് tan ഉള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1 minus tan square x by 1 plus tan square x. ഒരുപാട് ഐഡന്റിറ്റികൾ ഉള്ള പാഠമാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ആ ഐഡന്റിറ്റികളെല്ലാം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എൻട്രൻസിന് പോയാലും പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴും പല ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ചില ഭാഗങ്ങളിൽ ഈ ഐഡന്റിറ്റികൾ വളരെയധികം ഉപയോഗിക്കേണ്ടതായി വരും. അതുകൊണ്ട് ബൈഹാർട്ട് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്ന ഐഡന്റിറ്റികൾ. ഓക്കെ, അത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡബിൾ ആംഗിൾ കോസിന്റെ ഡബിൾ ആംഗിൾ ഫോർമുലയാണ് cos 2x. അതിന്റെ കോസിനും സൈനും കണക്ട് ചെയ്യുന്ന റിലേഷൻ cos square x minus sin square x. നമുക്കറിയാം cos square x plus sin square x എന്താണ്? 1 ആണ്. സ്ക്വയർഡ് റിലേഷൻ 10ലൊക്കെ പഠിച്ചിട്ടുണ്ട്. cos square x plus sin square x 1 ആണ്. ബട്ട് cos square x minus sin square x ആണ് cos 2x. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തിരിഞ്ഞു പോകരുത്. sin square x minus cos square x എന്ന് പറയാൻ പാടില്ല. cosൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. cos square x minus sin square x. ഇനി cos 2x ന് cosൽ മാത്രമുള്ള റിലേഷൻ ഏതാണ്? 2 cos square x minus 1. ഇനി cos 2x ന് സൈനിലുള്ള റിലേഷൻ ഏതാണ്? 1 minus 2 sin square x. 1 minus 2 sin square x. ഇനി cos 2x ന് tan ഉള്ള റിലേഷൻ ഏതാണ്? 1 minus tan square x by 1 plus tan square. അപ്പോൾ cos 2x ന് tan ഉള്ള റിലേഷൻ 1 minus tan square x by 1 plus tan square x എന്നതാണ്. ഇനി നമുക്ക് cos 2x എങ്ങനെയാണ് ഇതാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ cos x plus y എന്തായിരുന്നു? cos x plus y equal to നമുക്കറിയാം cos ആണ്. cos x cos y cos ഓപ്പോസിറ്റ് നേച്ചർ അല്ലേ? പ്ലസ് മൈനസ് ആകും. മൈനസ് sin x sin y അല്ലേ? ഈ y ക്ക് പകരം നിങ്ങൾ x കൊടുത്തു നോക്കൂ. y ക്ക് പകരം x ആകുമ്പോൾ x plus x 2x ആകും. ഇവിടെ y ക്ക് പകരം x ആകുമ്പോൾ cos x into cos x cos square x minus sin x into sin x sin square x. ഇങ്ങനെയാണ് ആ റിലേഷൻ എത്തിച്ചേരുക. പിന്നീട് ഇവിടെ sin square പകരം 1 minus cos square എടുക്കും. ഇത് കിട്ടും. cos square പകരം 1 minus sin square എടുത്താൽ 1 minus 2 sin square എന്നാണ്. അങ്ങനെയാണ് റിലേഷൻ. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസിന്റെ ഡബിൾ ആംഗിൾ ഫോർമുല പഠിച്ചോളൂ. അടുത്തത് tan ന്റെ ഡബിൾ ആംഗിൾ ഫോർമുലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. tan 2x. tan 2x എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ഒരു ഇക്വേഷൻ നമുക്കുള്ളൂ. അത് tan തന്നെയാണ്. 2 tan x by 1 minus tan square x. tan 2x ഒരേ ഒരു റിലേഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. 2 tan x by 1 minus tan. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം sin 2x പഠിച്ച സമയത്ത് 2 tan x by 1 plus tan square x. cos 2x in the tan relation 1 minus tan square x by 1 plus tan square x. But tan 2x in tan x എന്നുള്ള റിലേഷൻ 2 tan x by 1 minus tan square x. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സൈനും കോസിനും ഡിനോമിനേറ്റർ 1 plus tan square ആണ് ഓർത്തുകൊള്ളുക. എന്നാൽ tan എന്താണ്? 1 minus tan square x ആണ് ഓർത്തുകൊള്ളുക. അപ്പോൾ ഇതാണ് tan 2x ന്റെ റിലേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതേപോലെ നമുക്ക് tan 3x കൂടി ഒന്ന് പറയാം. ട്രിപ്പിൾ ആംഗിൾ tan 3x എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 3 tan x minus tan cube x by 1 minus 3 tan square x എന്നാണ് ഓർത്തുകൊള്ളുക. tan 3x ഒന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്നതല്ല. ട്രിപ്പിൾ ആംഗിൾ ഫോർമുല വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്നില്ല. എങ്കിൽ കൂടി അറിഞ്ഞിരിക്കണം tan 3x എന്ന് പറഞ്ഞാൽ 3 tan x minus tan cube x by 1 minus 3 tan square x എന്നാണ് tan 3x ന്റെ റിലേഷൻ. tan 3x വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചു പഠിക്കുക. അതേപോലെ ട്രിപ്പിൾ ആംഗിൾ വരുന്നതാണ് sin 3x. sin 3x ഉം cos 3x. sin 3x ഉം cos 3x. ഓക്കേ, sin 3x എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് 3 sin x minus 4 sin cube x എന്നാണ്. 3 sin x minus 4 sin cube x. അതേസമയം cos 3x ആവുന്നത് 3 4 cos cube x minus 3 cos x എന്നായി മാറും. 4 cos cube x minus 3 cos x. ട്രിപ്പിൾ ആംഗിൾ വളരെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി അറിഞ്ഞിരിക്കണം. sin 3x എന്താണ്? 3 sin x minus 4 sin cube x. cos 3x എന്താണ്? 4 cos cube x minus 3 sin x. ശ്രദ്ധിക്കുക. ഈ ഡബിൾ ആംഗിളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് ചെയ്യാം.
ശ്രദ്ധിച്ചോളൂ. പരീക്ഷയ്ക്ക് നമ്മൾ ഈ ടൈപ്പിലുള്ള ഒരു ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാനായി ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് 3 മാർക്ക് ചോദിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് cos 4x equal to 1 minus 8 sin square x cos square x. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ പഠിച്ച ഐഡന്റിറ്റികളായി ചിലപ്പോൾ സം ആയിരിക്കാം, ചിലപ്പോൾ ഡബിൾ ആംഗിൾ ആയിരിക്കാം, ചിലപ്പോൾ ട്രിപ്പിൾ ആംഗിൾ ആയിരിക്കാം. ഇനി നമുക്ക് ഐഡന്റിറ്റികൾ പഠിക്കാം, അവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് LHS എടുക്കുന്നു. LHS ൽ നിന്ന് നമ്മൾ RHS എത്തിച്ചേരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു. cos 4x ആണ് അല്ലേ? cos 4x എന്ന് പറയുമ്പോൾ എനിക്കറിയാം cos 4x നെ എനിക്ക് cos 2 of 2x എന്ന് എഴുതിക്കൂടി. cos 2 of 2x അതാണല്ലോ 4x. ഇനി നോക്കൂ, നമ്മൾക്ക് കിട്ടുന്നത് 1 minus 8 sin square x cos square x ആണ്. cos 2x നെ അല്ലെങ്കിൽ cos 2 തീറ്റയ്ക്ക് സൈനിലുള്ള റിലേഷൻ എന്താണ് വരിക? cos 2 തീറ്റയ്ക്ക് സൈനിലുള്ള റിലേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതാണ് 1 minus 2 sin square തീറ്റ എന്നാണ്. നമ്മൾ x ൽ പറഞ്ഞു, ഇവിടെ തീറ്റ എന്ന് പറയുന്നതേ ഉള്ളൂ. cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ 1 minus 2 sin square തീറ്റ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ചാൽ cos 2 ഇതാണ് തീറ്റ എങ്കിൽ എഴുതുമ്പോൾ എന്ത് വരും? 1 minus 2 sin square 2 into 2 കഴിഞ്ഞ് കിടക്കുന്ന തീറ്റയ്ക്ക് പകരം കിടക്കുന്നത് 2x അല്ലേ. അപ്പം cos 2 theta cos 2 of എന്നുള്ളതാണ് വിഷയം. cos 2 theta ആണ് തീറ്റ ആണ് ഈ ഭാഗം. അപ്പോൾ cos 2 of എന്ന് പറഞ്ഞാൽ 1 minus 2 sin square of അതൊന്നാണ് അർത്ഥം. 1 minus 2 sin square 2x that is equal to 1 minus 2 sin 2x the whole square ನಲ್ಲಿ sin 2x the whole square ನಲ್ಲಿ sin square 2x equal to 1 minus 2 into sin 2x എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? sin 2x നമ്മൾ പഠിച്ചതാണ്, ഡബിൾ ആംഗിൾ ഫോർമുല. sin 2x എന്താ? 2 sin x cos x അല്ലേ. sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x. ഓർത്തുകൊള്ളുക, 2 sin x cos x. അതേ the whole square എന്നാവില്ലേ. that is equal to എന്താ കിട്ടുക? equal to 1 minus 2 into ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 ന്റെ സ്ക്വയർ 4 sin x ന്റെ സ്ക്വയർ sin square x cos x ന്റെ സ്ക്വയർ cos square x. ശരിയല്ലേ? അവയുടെ സ്ക്വയർ നമ്മൾ എടുത്തു. ഇനി നിങ്ങൾ നോക്കൂ, 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ 1 minus 2 into 4 is 8 sin square x cos square x എന്നായി മാറില്ലേ. sin square x cos square x equal to RHS. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ cos 2 of theta cos 2 theta അല്ലെങ്കിൽ cos ന്റെ ഡബിൾ ആംഗിൾ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആദ്യമായി കണക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയില്ല. നമ്മൾ കുറേ കണക്കുകൾ ചെയ്ത് ശീലിച്ച് കഴിയുമ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചത് ഇത് കിട്ടും എന്നുള്ള ധാരണയിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത് ചെയ്ത് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കുക. ആ ഇക്വേഷൻ ഉപയോഗിക്കുക. cos 2 of എന്ത് കിടക്കുന്നു? 1 minus 2 square അതൊന്ന് എഴുതുക. sin 2x the whole square എന്നാണ്. sin 2x അപ്ലൈ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്ക് എത്തിച്ചേരും? RHSലേക്ക് എത്തിച്ചേരും. ശ്രദ്ധിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. prove that cos 6x equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. അപ്പോൾ cos 6x ന്റെ എക്സ്പാൻഷൻ ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ LHS എടുത്ത് RHSലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്നു LHS equal to നമുക്കറിയാം LHS equal to cos 6x എന്നാണ് അല്ലേ. cos 6x. അപ്പോൾ എനിക്കിതിനെ cos 3 into 2x എഴുതാം. ശരിയല്ലേ? cos 3 into 2x 6x നെ 3 into 2x എഴുതാം. ഇനി നമ്മൾ പറഞ്ഞതാണ് cos 3x എന്തായിരുന്നു അല്ലെങ്കിൽ cos 3 theta. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു cos 3 theta is 4 cos cube theta minus 3 cos theta. ഓർക്കുന്നുണ്ടല്ലോ? cos 3 theta അവിടെ നമ്മൾ x ലാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടി theta 4 cos cube theta minus 3 cos theta എന്നാണ്. 4 cos cube theta minus 3 cos theta. അങ്ങനെയാണെങ്കിൽ theta സ്ഥാനത്ത് 2x ആണെന്ന് സങ്കൽപ്പിച്ചുകൊള്ളുക. cos 3 theta അപ്പോൾ എന്ത് വരും? 4 cos cube 2x. ശരിയല്ലേ? 4 theta സ്ഥാനത്ത് 4 cos cube theta 3 കഴിഞ്ഞ് കിടക്കുന്ന 2x minus 3 cos theta. theta സ്ഥാനത്ത് 2x. ശരിയാണല്ലോ? 4 cos cube theta minus 3 cos theta. theta സ്ഥാനത്ത് 2x ആണ്. equal to 4 into cos cube 2x എന്ന് പറയുമ്പോൾ cos 2x the whole cube എന്നല്ലേ minus 3 cos 2x എന്നാണ്. ശരിയാണല്ലോ? equal to നിങ്ങൾ നോക്കൂ, cos 2x നമ്മൾ 3 ഐഡന്റിറ്റികൾ പഠിച്ചു. cos 2x ഏതൊക്കെ ഐഡന്റിറ്റികളാണ് പഠിച്ചേ? cos square x minus sin square x പഠിച്ചു.
1 minus 2 sin square x പഠിച്ചു, 2 cos square x minus 1 പഠിച്ചു, 1 minus tan square x by 1 plus tan square x. 4 ഐഡന്റിറ്റികൾ പഠിച്ചു. അതിൽ ഏത് വേണമെന്ന് നോക്കൂ. നിങ്ങളുടെ ആൻസർ മൊത്തവും ഏതിന്റെ എക്സ്പാൻഷനാണ് കിടക്കുന്നത്? കോസിന്റെ എക്സ്പാൻഷൻ ആണ്. കോസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ cos 2x ന്റെ കോസിൽ മാത്രമുള്ള റിലേഷൻ എഴുതുക. കോസിൽ മാത്രമുള്ള റിലേഷൻ ഏതാണ്? 2 cos square x minus 1 എന്നുള്ളതല്ലേ? cos 2x equal to 2 cos square x minus 1. അത് കൊടുക്കുന്നു 4 into 2 cos square x minus 1. കാരണം നമ്മുടെ ആൻസറിൽ ആരേ ഉള്ളൂ? കോസ് മാത്രമേ ഉള്ളൂ. minus 3 into വീണ്ടും 2 cos square x minus 1 എന്നാണ്. ശരിയാണല്ലോ? that is equal to ഇത് നോക്കൂ, a minus b the whole cube അല്ലേ ഇത്? a 2 cos square x minus b 1 the whole cube. എന്താണ് a minus b the whole cube? a cube minus 3a square b plus 3ab square minus b cube. ഓർമ്മയുണ്ടാകും, പണ്ടേ നമ്മൾ പഠിക്കുന്നതാണ്. 4 into a cube 2 cos square x ന്റെ cube 2 cos square x ന്റെ cube a cube minus 3 into a square 2 cos square x ന്റെ square a square into b b is 1 plus 3a into 2 cos square x into 3ab square 1 into square. ശരിയാണല്ലോ? minus b cube 1 cube. അപ്പോൾ a minus b the whole cube എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് ആകുന്നതുകൊണ്ട് minus 3 അകത്തോട്ട് കൊടുക്കുമ്പോൾ 3 into 2 6 cos square x 6 cos square x minus 3 into minus 1 is plus 3 minus 3 നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. minus 3 into 2 6 cos square x minus 3 into minus 1 plus 3. ഈ ആളെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 into 2 cos square x ന്റെ ക്യൂബ് 2 ന്റെ ക്യൂബ് 8 cos square x ന്റെ ക്യൂബ് cos raised to 6x. ശരിയാണല്ലോ? അവരൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ 2 ക്യൂബ് is 2 into 2 into 2 that's 8 മൈനസ് അവിടെ ചെയ്യുമ്പോൾ minus 3 into 2 cos square x ന്റെ സ്ക്വയർ 4 cos raised to 4x. ശരിയാണ്? പ്ലസ് 3 into 1 ന്റെ സ്ക്വയർ 1. അപ്പോൾ 3 into 2 6 cos square x എന്ന് വരും അവിടെ 6 cos square x. then minus 1 bracket close, പിന്നീടുള്ള minus 6 cos square x plus 3 already ഉള്ളത്. that is equal to 4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 cos raised to 6x minus 3 into 4 12 ആണല്ലോ. 12 into 4 minus 48 cos raised to 4x 6 into 4 plus 24 cos square x minus 4 into 1 4 minus 6 cos square x plus 3. കാരണം പിന്നീട് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് 3 ആയി കഴിഞ്ഞു. that is equal to നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. 32 cos raised to 6x minus 48 cos raised to 4x plus 24 cos square x minus 6 cos square x. 24 cos square നിന്ന് 6 cos square മൈനസ് ചെയ്താൽ 18 cos square. ശരിയാണല്ലോ? 24 4 പോയാൽ 18 അല്ലേ? 18 cos square x minus 4 plus 3 is minus 1. ഇതായിരുന്നു നമുക്ക് ഇതിലേക്ക് എന്ത് RHS. നോക്കൂ, രണ്ട് ഐഡന്റിറ്റികൾ cos 3x ഉം cos 2x ന്റെ രണ്ട് ഐഡന്റിറ്റികൾ അപ്ലൈ ചെയ്തു. പിന്നീട് എല്ലാ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. RHS എത്തിച്ചേർന്നു. ശ്രദ്ധിച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകതയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിന്ന് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ട്രിഗണോമെട്രി ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ LHS എടുത്ത് RHSലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ. പക്ഷെ ഇവിടെ ഈ LHSോ ഈ RHSോ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് തുടങ്ങുക. അപ്പൊ ആ തുടക്കമാണ് ഓർത്തിരിക്കേണ്ടത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവിടെയാണ് തുടങ്ങേണ്ടതെന്ന് പഠിച്ചിട്ട് പോയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് LHS RHS ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ tan 3x എന്നുണ്ട്. tan 3x എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാമല്ലോ tan 2x plus x എന്നെഴുതാം. ശരിയാണല്ലോ? tan 3x നെ 2x plus x. ശരിയാണ്. that is equal to tan x plus y എന്താണ് നമ്മൾ പഠിച്ചതാണ്. tan x plus y is tan x plus tan y by 1 minus tan x tan y. ശരിയാണല്ലോ? tan x plus tan y by 1 minus tan x tan y. ഇതാണ് ഇടത്തെ സൈഡിൽ എന്ത് എഴുതുന്നു? tan
tan 3x വരും. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഡിനോമിനേറ്ററിനെ എനിക്ക് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? tan 3x into 1 minus tan 2x tan x equal to tan 2x plus tan x. അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ന്യൂമറേറ്ററായി മാറി മൾട്ടിപ്ലൈ. ഈ tan 3x നെ അകത്തേക്ക് കൊടുക്കുമ്പോൾ tan 3x ന് 1 നും tan 3x അടുത്ത ടേമിന് കൊടുക്കണ്ടേ? tan 3x into 1 എന്ന് പറയുമ്പോൾ tan 3x മൈനസ് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ tan 3x tan 2x tan x. കാരണം മൂന്ന് ടേമുകളാണ്, അത് ഒരുമിച്ച് എഴുതാൻ മാത്രമേ കഴിയുള്ളൂ. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടു tan 2x plus tan x എന്നാണ്. ശരിയാണല്ലോ. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നോക്കൂ, ഈ tan 2x നെ tan x നെ ഞാൻ ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ കിടക്കുന്ന ഇത് ഒറ്റ ടേമാണ്. മൈനസ് tan 3x tan 2x tan x ഒറ്റ ടേമാണ്. അയാളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ മൈനസ് ആയി കിടന്ന ആള് ഈക്വൽ അപ്പുറം പോകുമ്പോൾ പ്ലസ് ആയി മാറും. ശരിയാണല്ലോ. ഇവിടെ കിടക്കുന്ന രണ്ടുപേരും പ്ലസ് ആണ്, ഈക്വൽ ഇപ്പുറം വരുമ്പോൾ എന്താകും? മൈനസ് ആകും. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? tan 3x tan 2x ഇടത്തെ സൈഡിൽ വരുമ്പോൾ മൈനസ് tan 2x, ഈ tan x ഇടത്തെ സൈഡിൽ വരുമ്പോൾ മൈനസ് tan x ഈക്വൽ ടു ഇപ്പൊ രണ്ടുപേരും ഇടത്തേക്ക് വന്നു. ആരപ്പുറം പോകും? ഈ ആളപ്പുറം പോകും. അപ്പൊ എന്താകും? ഈക്വൽ ടു tan 3x tan 2x tan x. ശരിയാണല്ലോ. ഈക്വൽ ടു tan 3x tan 2x. അതാണ് തെളിയിക്കുന്നത്. tan 3x tan 2x tan x ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് cot x cot 2x minus cot 3x cot x minus cot 2x cot 3x equal to 1. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്തു വേണം. അത് ചെയ്ത് വന്ന് മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? tan 3x equal to tan 2x plus x. ഇത് ചെയ്ത് തൊട്ട് മുമ്പ് ചെയ്ത് അതേ കണക്ക് ചെയ്ത് നമ്മൾ വരുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് കിട്ടുക tan 3x minus tan 2x minus tan x equal to tan 3x tan 2x tan x എന്ന് കിട്ടും. ശരിയാണല്ലോ. ഇത് തൊട്ട് പ്രീവിയസ് പ്രോബ്ലം അതുകൊണ്ടാണ് ചെയ്യാത്തത്. അത് തന്നെയാണ് ഇവിടെ എത്തിച്ചത്. ഇവിടെ എത്തിച്ചതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കൂ, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 അല്ലേ വേണ്ടുന്നത്. ഇവിടെ 1 കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇയാളെ ഇയാൾ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് 1 ആകുക. അപ്പൊ ഞാൻ ഇയാളെ ഇയാൾ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഈക്വൽ അപ്പുറം ഡിവൈഡ് ചെയ്താൽ ഈക്വൽ ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഈക്വൽ അപ്പുറം ഇപ്പം ഒരുപോലെ മാത്രമേ ഒരു പ്രോസസ്സിനെ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഓരോരുത്തരെയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. tan 3x by tan 3x tan 2x tan x minus അടുത്ത tan 2x നെ ഡിവൈഡ് ചെയ്യുന്നു. tan 2x by tan 3x tan 2x tan x അടുത്ത ആരെ ഡിവൈഡ് ചെയ്യുന്നു? മൈനസ് tan x നെ ഡിവൈഡ് ചെയ്യുന്നു. അതവിടെ 3 ടേമുകളാണ്, 3 പേരെയും ഡിവൈഡ് ചെയ്യണം. tan 3x tan 2x into tan x equal to ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? tan 3x tan 2x tan x by tan 3x tan 2x tan x. ശരിയാണല്ലോ. that is equal to നോക്കൂ, ഇവിടെ tan 3x കട്ടായി പോകും, tan 2x tan x കട്ടായി പോകും. ഇവിടെ ഇത് രണ്ടുപേരും കട്ട് ചെയ്ത് പോയി 1 വരും. ഇനി നിങ്ങൾ നോക്കൂ, 1 by tan 2x tan x എന്നല്ലേ വരിക? 1 by tan എന്താണ്? 1 by tan is cot. അപ്പൊ 1 by tan 2x എന്താകും? cot 2x. വീണ്ടും 1 by tan x എന്താകും? cot x. മൈനസ് ഇവിടെ 1 by tan 3x cot 3x into 1 by tan x cot x. മൈനസ് വീണ്ടും 1 by എടുക്കുമ്പോൾ cot 3x cot 2x equal to 1. ഇത് തന്നെയല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? നോക്കൂ, അത് തന്നെയാണ് തെളിയിക്കേണ്ടത്. അതാണ് നമ്മൾ എത്തിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളുക. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്.